ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ യൂട്യൂബ് വീഡിയോയിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹ വന്ദനം. ദൈവവചന ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. 23-ാമത്തെ വാക്യം കുറിവാക്യമായി വായിക്കുന്നു. കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു. എന്തിനാണ് ഇവയൊക്കെയും സംഭവിച്ചത് എന്നതിനുള്ള ഉത്തരമാണ് ഈ വാക്യം. നിറവേറുവാൻ ഇതൊക്കെയും സംഭവിച്ചു. ഈ വേദഭാഗത്തിന്റെ പ്രധാനപ്പെട്ട ചിന്ത യോസഫിനോടുള്ള അറിയിപ്പാണ്. എന്താണ് യോസഫിന്റെ പ്രാധാന്യം എന്ന് ചിന്തിച്ചാൽ, വാക്യം 20-ൽ ദൂതൻ യോസഫിനെ അഭിസംബോധന ചെയ്യുന്നത് തന്നെ ദാവീദിന്റെ മകൻ എന്നാണ്. കാരണം യോസഫിലൂടെയാണ് യേശു ദാവീദിന്റെ സന്തതിയായി തീരുന്നത്. അതാണ് യോസഫിന്റെ പ്രാധാന്യം. ലഭിച്ചിരിക്കുന്ന ചിന്താവിഷയം യോസഫ് ദൈവജനത്തിന് ശിഷ്യത്വത്തിന്റെ മാതൃക എന്നുള്ളതാണ്. ജോസഫ്, മോഡൽ ഓഫ് ഡിസൈപ്പിൾഷിപ്പ് ഫോർ ദ പീപ്പിൾ ഓഫ് ഗാഡ്. ഡിസൈപ്പിൾഷിപ്പിനെ കുറിച്ച് അടുത്ത ഇടയ്ക്ക് വായിച്ച ഒരു കോട്ട് ഇപ്രകാരമാണ്: ട്രൂ ഡിസൈപ്പിൾഷിപ്പ് ഇൻവോൾവ്സ് ഡീപ്പ് റിലേഷൻഷിപ്പ്. ശരിയായ ശിഷ്യത്വം സാധ്യമാകുന്നത് ആഴമായ ബന്ധങ്ങളിലൂടെയാണ്. അമേരിക്കൻ പ്രൊട്ടസ്റ്റന്റ് ഓതർ ആൻഡ് ടീച്ചറായ ഫ്രാൻസിസ് ഷാന്റെ വാക്കുകളാണ് ഇത്. യഥാർത്ഥ ശിഷ്യത്വം സാധ്യമാകുന്നത് ആഴമായ ബന്ധങ്ങളിലൂടെയാണ്. രണ്ട് ചെറിയ ചിന്തകൾ പങ്കുവയ്ക്കുവാൻ അത്രേ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഈ വേദഭാഗം നമ്മോട് പറയുന്നു, നിയമങ്ങൾക്കപ്പുറമുള്ള നീതിബോധത്തിന്റെ പ്രദർശനത്തിലൂടെ, ത്രൂ ദ ഡിസ്പ്ലേ ഓഫ് എ സെൻസ് ഓഫ് ജസ്റ്റിസ് ദാറ്റ് ഗോസ് ബിയോണ്ട് ദ റൂൾസ്. നിയമങ്ങൾക്കപ്പുറമുള്ള നീതിബോധത്തിന്റെ പ്രദർശനം. 19-ാം വാക്യത്തിൽ യോസഫിനെ കുറിച്ച് പറയുന്നത്, യോസഫ് നീതിമാനായിരുന്നു. യോസഫ് മറിയയ്ക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സില്ലായിരുന്നു. ഗൂഢമായി, രഹസ്യമായി മറിയെ ഉപേക്ഷിപ്പാൻ ഭാവിച്ചു എന്നൊക്കെയാണ്. യഹൂദ മതത്തിൽ വിവാഹം 3 ഘട്ടമായിട്ടായിരുന്നു നടന്നിരുന്നത്. ബാല്യത്തിൽ വാക്കു പറഞ്ഞ് ഉറപ്പിക്കുന്നു, പ്രായപൂർത്തിയാകുമ്പോൾ വിവാഹ നിശ്ചയം നടത്തുന്നു, 1 വർഷത്തിന് ശേഷം വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു. വിവാഹ മോചനത്തിലൂടെയോ മരണത്തിലൂടെയോ മാത്രമേ വിവാഹ നിശ്ചയത്തിന് ശേഷം ഒരു വേർപിരിയൽ സാധ്യമാകുമായിരുന്നുള്ളൂ. വിവാഹ നിശ്ചയത്തിന് ശേഷം ഒരാൾ മരണപ്പെട്ടാൽ മറ്റേയാളെ വിധവയായി, വിഡോവറായി കാണുന്ന ഒരു രീതിയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ആവർത്തന പുസ്തകം 22-ാം അധ്യായം 23-ഉം 24-ഉം വാക്യങ്ങൾ അനുസരിച്ച് വിവാഹ നിശ്ചയത്തിന് ശേഷം മറ്റൊരാളുടെ കൂടെ ഒരുവൾക്ക് ശയിക്കേണ്ടി വന്നാൽ ഇരുവരെയും കല്ലെറിഞ്ഞ് കൊല്ലേണം എന്ന് പറയുന്നു. എങ്കിലും 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ ബലാത്കാരമായി പട്ടണത്തിൽ വെച്ചല്ലാതെ വയലിൽ വെച്ച് ഒരു കന്യകയോട് അങ്ങനെ ചെയ്താൽ അവളെ വെറുതെ വിടുകയും ആ പുരുഷനെ കല്ലെറിഞ്ഞ് കൊല്ലുകയും വേണം എന്നും പറയുന്നു. എന്നാൽ കല്ലെറിഞ്ഞു കൊല്ലുവാനുള്ള യഹൂദ നിയമം റോമൻ ഭരണകൂടത്തിന്റെ കീഴിൽ നടപ്പിലാക്കുവാൻ യഹൂദന്മാർക്ക് പരിമിതി ഉണ്ടായിരുന്നു എന്നാണ് യാഥാർത്ഥ്യം. എങ്കിലും വിവാഹത്തിന് മുൻപേ ഗർഭിണിയാകുന്ന ഒരു സ്ത്രീക്ക് ലഭിക്കുന്ന ശിക്ഷയും സാമൂഹികമായ പ്രതിസന്ധികളും വളരെ വലുതായിരുന്നു.
മാത്രവുമല്ല, ആ പുരുഷന് ആ സ്ത്രീയെ ഉപേക്ഷിക്കുവാനും അവൾക്ക് വിവാഹത്തിനായി നൽകിയ ധനവും സ്വർണവുമെല്ലാം തിരികെ വാങ്ങുവാനും നഷ്ടപരിഹാരം സ്വീകരിപ്പാനും ഉള്ള അവകാശം അന്നത്തെ സമൂഹം നൽകിയിരുന്നു എന്നും മനസ്സിലാക്കാം. ഈ സാധ്യതകളെല്ലാം മുൻപിൽ നിൽക്കുമ്പോഴാണ് യോസഫ് മറിയെ ഗൂഢമായി രഹസ്യമായി ഉപേക്ഷിപ്പാൻ ഭാവിക്കുന്നത്. തനിക്ക് വിവാഹം നിശ്ചയിച്ചവൾ ഗർഭിണിയാണ് എന്നറിയുമ്പോൾ ഒരു യുവാവിന് ഉണ്ടാകുവാൻ സാധ്യതയുള്ള ഒരു കോപവും പകയും യോസഫിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ മനസ്സില്ലാതെ ഇരിക്കുക എന്നത് അസാധ്യമായ ആഴമായ സ്നേഹത്തിന്റെ, ബന്ധത്തിന്റെ, കരുതലിന്റെ നിദർശനമാണ്. താൻ പിന്തുടരുന്ന മതനിയമങ്ങളും താൻ ഉൾപ്പെടുന്ന സമൂഹവുമെല്ലാം അവൾക്ക് എതിരാകുമ്പോഴും മതനിയമങ്ങൾക്കും സാമൂഹിക വ്യവസ്ഥിതികൾക്കും അപ്പുറമായ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു നൈതികതയാണ് യോസഫ് വെച്ചു പുലർത്തുന്നത്. അതാണ് ആ മനുഷ്യനെ നീതിമാനാക്കി മാറ്റുന്നത്. രണ്ടാമതായി ഈ വേദഭാഗം നമ്മോട് പറയുന്നു, നിശബ്ദമായ അനുസരണത്തിന്റെ ദൃഷ്ടാന്തത്തിലൂടെ, ത്രൂ ദ എക്സാമ്പിൾ ഓഫ് സൈലന്റ് ഒബീഡിയൻസ്, നിശബ്ദമായ അനുസരണത്തിന്റെ ദൃഷ്ടാന്തം. വാക്യം 20 ഈ ദൂതൻ യോസഫിനോട് മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട എന്ന് അരുളി ചെയ്തത് വാക്യം 24 പൂർണ്ണമായി അനുസരിക്കുന്ന യോസഫിനെ നമുക്ക് കാണുവാനാകും. ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു, മറിയെ ചേർത്തുകൊണ്ടു എന്ന് നാം വായിക്കുന്നു. വാക്യം 21 യേശു എന്ന് പേരിടണം എന്ന് ദൂതൻ പറയുന്നതും വാക്യം 25 ദൂതൻ കൽപ്പിച്ചതുപോലെ യേശു എന്ന് പേർ വിളിച്ചതായും കാണുന്നു. യഹോവ രക്ഷയാകുന്നു എന്നർത്ഥം വരുന്ന യഹോശുവ എന്ന എബ്രായ പദത്തിൽ നിന്നുമാണ് യേശു എന്ന പേര് ഉടലെടുക്കുന്നത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ യേശു കർത്താവിന്റെ ജനന വിവരണം അവതരിപ്പിച്ചിരിക്കുന്ന ഇടത്ത് 3 പ്രാവശ്യമാണ് ദൂതൻ യോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനാകുന്നതും നിർദ്ദേശങ്ങൾ നൽകുന്നതും. ഇവിടെ എങ്ങും യോസഫിൻ്റെതായ ഒരു വാക്കുപോലും രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് പ്രത്യേകം പ്രസ്താവ്യമാണ്. എന്നാൽ ദൂതൻ കൽപ്പിച്ചതൊക്കെയും പൂർണ്ണമായി യോസഫ് അനുസരിക്കുകയും ചെയ്തു. ഒരു സംശയമോ ക്ലാരിഫിക്കേഷനോ പോലും ചോദിക്കാതെ യോസഫ് അതൊക്കെയും പ്രവർത്തിച്ചു എന്നുള്ളത് അതിശയകരമായ സംഗതിയാണ്. ഏറെ ബഹളങ്ങളിലൂടെ ശ്രദ്ധ പിടിച്ചു പറ്റുവാൻ ശ്രമിക്കുന്നവരുടെ ലോകത്തിൽ നിശബ്ദമായ അനുസരണത്തിലൂടെ ശിഷ്യത്വത്തിന്റെ ഉദാത്തമായ മാതൃകയാണ് യോസഫ് ദൈവജനത്തിന് പകർന്ന് തരുന്നത്. വാക്യം 22 ഇമാനുവൽ എന്ന് പൈതൽ വിളിക്കപ്പെടും എന്ന് ദൂതൻ പറയുന്നു. യേശു എന്നത് പേരാണെങ്കിൽ ഇമാനുവൽ എന്നത് ആ കർത്തവ്യം വെളിപ്പെടുത്തുകയാണ്. ഇമാനുവേൽ എന്നാൽ ദൈവം നമ്മോട് കൂടെ എന്നർത്ഥം. ഇമാനുവേൽ എന്ന യേശുവിനെ വിളിക്കുവാൻ പോകുന്നത് അവനിലൂടെ ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ പോകുന്ന അനേകരാണ്. ആദ്യ അധ്യായത്തിൽ തന്നെ ദൈവം നമ്മോട് കൂടെയുണ്ട് എന്ന ഉറപ്പ് നൽകുന്ന സുവിശേഷകൻ അവസാന അധ്യായത്തിൽ യേശുവിലൂടെ തന്നെ ആ ഉറപ്പ് വീണ്ടും നൽകുന്നു. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന ഉറപ്പ്. അതുകൊണ്ട് ദൈവം ഒപ്പമുണ്ട് എന്ന ഉറപ്പാണ് ക്രിസ്തുമസ്. ദൈവം ഒപ്പമുണ്ട് എന്ന ഉറപ്പാണ് ക്രിസ്തുമസ്. തുടരുന്ന ദൈവ സാന്നിധ്യത്തിന്റെ ഉറപ്പ്. യോസഫ് ദൈവജനത്തിന് ശിഷ്യത്വത്തിന്റെ മാതൃക എന്ന മുഖ്യ ചിന്താവിഷയത്തോട് ചേർന്ന് 2 ഉപചിന്തകളാണ് പങ്കുവച്ചത്. ഒന്ന്, നിയമങ്ങൾക്കപ്പുറമുള്ള നീതിബോധത്തിന്റെ പ്രദർശനത്തിലൂടെ. 2, നിശബ്ദമായ അനുസരണത്തിന്റെ ദൃഷ്ടാന്തത്തിലൂടെ.
നിയമങ്ങൾക്കപ്പുറം സ്നേഹത്തിൽ അധിഷ്ഠിതമായ നീതിയുടെ വക്താക്കളാകുവാൻ മറു ചോദ്യങ്ങൾക്കും ശബ്ദ കോലാഹലങ്ങൾക്കും അപ്പുറം നിശബ്ദമായ അനുസരണത്തിന്റെ ശൈലി പിൻപറ്റുവാൻ, അതിലൂടെ ദൈവജനത്തിന് ശിഷ്യത്വത്തിന്റെ ഉദാത്തമായ മാതൃക കാട്ടുവാൻ നമുക്കേവർക്കും ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.